ഈ വിശുദ്ധ വേദപുസ്തകം മുഴുവൻ വാഗ്ദത്തങ്ങളുടെ പുസ്തകമാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം തുടങ്ങി വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഒടുവിലത്തെ വാക്യം വരെ എന്താണ്? വാഗ്ദത്തങ്ങളുടെ നീണ്ട നിരയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ ആദ്യമായി അവൻ നൽകുന്ന വാഗ്ദത്തമാണ് നിങ്ങൾ ഈ വായിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാമത്തെ വാക്യമാണ് വേദപുസ്തകത്തിലെ 1-ാമത്തെ വാഗ്ദത്ത വചനം. ആ വചനം ഇതാണ്: ഞാൻ നിനക്കും സ്ത്രീക്കും സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും, അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. ഇത് വാഗ്ദത്ത മശിഹയെ കുറിച്ചുള്ള ഒരു വാഗ്ദത്തമാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. തെറ്റിപ്പോയ ഏദൻ തോട്ടത്തിനകത്തുനിന്ന് പുറത്തായ, പാപം ചെയ്ത് വീണുപോയ, ആമേൻ, തോട്ടം നഷ്ടപ്പെട്ടു പോയ മാനവകുലത്തെ വീണ്ടെടുക്കാൻ ഒരു മശിഹ തമ്പുരാൻ വരുമെന്നുള്ള ഒരു ദൈവശബ്ദമാണ് തോട്ടത്തിൽ മുഴങ്ങിക്കേൾക്കുന്നത്. 1-ാമത്തെ ആദാം പാപം ചെയ്ത് ഈ തോട്ടത്തിൽ നിന്നും വെളിയിലേക്ക് നടത്തപ്പെടുമ്പോൾ ഒടുക്കത്തെ ആദാമായ ക്രിസ്തുവിൻ്റെ പ്രവചനമാണ്. സ്വതന്ത്രം പറയാമോ? 1-ാമത്തെ ആദാം ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, ഒടുവിലത്തെ ആദാം സ്വർഗത്തിൽ നിന്നുള്ളവൻ. 1-ാമത്തെ ആദാം വീണു, എന്നാൽ സ്വർഗത്തിലെ ദൈവമായ 2-ാമത്തെ ആദാം, ആമേൻ, സ്വർഗത്തിലെ ദൈവം, ആമേൻ, അവൻ വീണവരെ എഴുന്നേൽപ്പിക്കുവാൻ ഒരു വലിയ വാഗ്ദത്തം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഈ പുസ്തകം മുഴുവൻ വാഗ്ദത്തങ്ങളുടെ നിരയാണ്. ആമേൻ. മുൻപിലുള്ള 25 മിനിറ്റ് ഈ അതിമഹത്തായ വാഗ്ദത്തം ദൈവം നമുക്ക് തന്നത് എന്തിനാണ്? നമ്മുടെ മരുഭൂമി യാത്രയിൽ നാം തളർന്നു പോകാതെ, ക്ഷീണിച്ചു പോകാതെ, ബലത്തോടെ കർത്താവിന് വേണ്ടി ഓടുവാൻ ദൈവം അതിമഹത്വമായ വാഗ്ദാനങ്ങൾ ദൈവം നമുക്ക് തന്നു. കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറയാമോ? ഞാനിങ്ങനെ പറയാറുണ്ട്, ഒരു ഭക്തന്റെ നട്ടെല്ല് എന്ന് പറയുന്നത് ദൈവം അവന് കൊടുത്ത വാഗ്ദത്തമാണ്. പ്രൈസ് ദി ലോർഡ്. വീഴാതെ, താഴാതെ, തകർന്നു പോകാതെ ദൈവം നമ്മെ നിലനിർത്തുന്നത് ദൈവം നമുക്ക് തിരുവചനത്തിലൂടെ നൽകി തന്നിട്ടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. അത് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇന്ന് രാത്രിയിലുണ്ട്? ആകാശവും ഭൂമിയും മാറിപ്പോയാലും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ മാറുകയില്ല എന്ന് ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്ന ദൈവമക്കളെ ഓർത്തോ, ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവൻ വിശ്വസിക്കുന്ന ദൈവജന ഇരിക്കുന്ന ഇടത്തിരുന്ന് കരമടിച്ച് ഇന്ന് രാത്രിയിൽ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങുക. എൻ്റെ ജീവിതത്തിന്റെ പ്രയാസഘട്ടങ്ങളിലോ, എൻ്റെ ജീവിതത്തിന്റെ നിരാശയുടെ വേളയിലോ, എൻ്റെ കണ്ണുനീരിന്റെ വേളയിലോ എന്നെ പിടിച്ചു നിർത്തുന്നത്, എനിക്ക് ജീവിക്കാൻ അവൻ ധൈര്യം തരുന്നത്, മുന്നേറാൻ എനിക്ക് ശക്തി തരുന്നത് മറ്റൊന്നുമല്ല, ദൈവം എന്നോട് പറഞ്ഞിട്ടുള്ള അതിമഹത്വമായ ദൈവത്തിന്റെ വാഗ്ദത്തമാണ് എന്നെ പിടിച്ചു നിർത്തുന്നത്. ഹല്ലേലൂയ. ഏത് പ്രതിസന്ധിയിലും തകർന്നു പോകാതെ, തവിട് പൊടിയാകാതെ ഒരു ഭക്തം നിലനിൽക്കുന്നത് ഒരൊറ്റ വാഗ്ദത്തം ദൈവം നമുക്ക് തന്നതുകൊണ്ടാണ്. ദൈവമക്കളെ, അവൻ 40 സംവത്സരം മരുഭൂമിയിൽ ഇസ്രായേൽ മക്കൾ പലായനം ചെയ്യുമ്പോൾ അവർക്കെതിരെ ശത്രു സൈന്യം യുദ്ധത്തിന് വന്നു. നിങ്ങൾക്കറിയാമോ, അവൻ ഇടവും വലവും തീക്കൽ പാറയാണ്. അവൻ താഴേക്ക് നോക്കിയാൽ അവൻ മരുഭൂമിയിലെ സർപ്പങ്ങളാണ്. എന്നാൽ തീക്കൽ പാറയിലെ ചൂട് ഏൽക്കാതെ അവൻ മാരകമായ അഗ്നി സർപ്പങ്ങൾ ഒന്നും അവരെ തൊടാതെ, എന്തിന് ചെങ്കടലാകട്ടെ, അവൻ മരുഭൂമിയിലെ ചൂടാകട്ടെ, മരുഭൂമിയിലെ അവൻ തണുത്തുറച്ച തണുപ്പാകട്ടെ, അവരെ തൊടാതെ കൊണ്ട് എന്നെത്തിച്ചത് ഒറ്റ കാര്യത്തിന്, ഒരു വാഗ്ദത്തം കൊടുക്കാൻ വേണ്ടിയാണ്. ഇന്ന് രാത്രിയിൽ ഒരൊറ്റ ദൂത് പറയാ, നിനക്കെതിരെ ചൂട് വർദ്ധിച്ചാൽ ആ ചൂട് ദൈവം ഇല്ലാതാക്കും. നിനക്കെതിരെ തണുപ്പ് വ്യാപരിച്ചാൽ ആ തണുപ്പ് ദൈവം ഇല്ലാതാക്കും. നിനക്കെതിരെ അവൻ സർപ്പങ്ങൾ, അവൻ വിഷ സർപ്പങ്ങൾ അവൻ തല പൊക്കിയാൽ അതിനെ ദൈവം തകർത്തു മാറ്റും. എന്തിനേറെ, മരുഭൂമിയിൽ ഉണ്ടാകുന്ന യാതൊരു കേടുപാടുകളും നിന്നെ തട്ടുകയില്ല. കാരണം നിന്നെ എത്തിക്കാമെന്ന് പറഞ്ഞ ഒരു വാഗ്ദത്തമുണ്ട്, നിന്നെ നടത്താമെന്ന് പറഞ്ഞ ഒരു വാഗ്ദത്തമുണ്ട്. ഇന്ന് രാത്രിയിൽ വാഗ്ദത്തം കിട്ടിയ ദൈവ പൈതലെ തുള്ളിച്ചാടി ദൈവത്തെ ആരാധിച്ചിട്ട് പറ, എനിക്ക് വാഗ്ദത്തം എന്റെ ദൈവം തന്നിട്ടുണ്ട്. വാഗ്ദത്തം എനിക്കും എന്റെ കുടുംബത്തിനും ദൈവം തന്നിട്ടുണ്ട്. ശത്രു എന്നെ തൊടുകയില്ല.
വാഗ്ദത്തം നിനക്ക് മാത്രമല്ല, നിനക്കും നിന്റെ സന്തതിക്കും ദൈവം വാഗ്ദത്തം തന്നിട്ടുണ്ട്. വാഗ്ദത്തം നിനക്ക് മാത്രമല്ല, നിനക്കും നിന്റെ തലമുറക്കും ദൈവം വാഗ്ദത്തം തന്നിട്ടുണ്ട്. വാഗ്ദത്തം നിനക്ക് മാത്രമല്ല, നിനക്കും നിന്റെ സന്തതിക്കും ദൈവം വാഗ്ദത്തം തന്നിട്ടുണ്ട്. താങ്ക് യു ജീസസ്. വാഗ്ദത്തം നിന്നിൽ തീരില്ല. വാഗ്ദത്തം നിന്നിലൂടെ അവസാനിക്കുന്നതല്ല. നിങ്ങൾക്കറിയാമോ, ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് ഇടപെടുന്ന ദൂതുകൾ നിങ്ങൾ കുറിച്ചു വെച്ചേക്കണോ. അവൻ ഊരിന്റെ ദേശത്ത് നിന്ന് ദൈവം അബ്രഹാമിന് വിളിച്ചിറക്കിയിട്ട്, അബ്രഹാമെ ഞാൻ നിനക്കൊരു വാഗ്ദത്തം തരാം, നിനക്ക് മാത്രമായിരിക്കും ആ വാഗ്ദത്തം എന്ന് ദൈവം പറഞ്ഞില്ലേ. ദൈവം വിളിച്ചിട്ട് പറഞ്ഞു, അബ്രഹാമേ ഞാൻ നിനക്കൊരു വാഗ്ദത്തം തരും, പക്ഷേ ആ വാഗ്ദത്തം നിന്നിൽ തീരില്ല, നിന്റെ തലമുറയിലേക്ക് വ്യാപരിക്കും. ആ വാഗ്ദത്തം നിന്നിൽ അവസാനിക്കത്തില്ല. ആരോടൊക്കെ ദൈവം പറയുന്നു, പിതാവേ നിനക്ക് കിട്ടിയ വാഗ്ദത്തം നിന്റെ തലമുറയിലേക്ക് വ്യാപരിക്കും. നിന്നിൽ വെളിപ്പെട്ട ദൈവവാഗ്ദത്തം, നിന്നിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അത് നിന്നിൽ മാത്രമല്ല, നിന്നിലും നിന്റെ തലമുറകളിലേക്ക്, നിന്നിലും നിന്റെ കുടുംബത്തിന്റെ അകത്തേക്ക് ദൈവ ഹല്ലേലൂയ. തലമുറകൾ മാറിയാലും വാഗ്ദത്തം ദൈവം മാറ്റുകയില്ല. കാരണം വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു. ഈ ദൈവം വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. അത് നിങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഞാൻ ഒരൊറ്റ വാക്യം പറയാം കേട്ടോ. പഴയ നിയമത്തിലെ വാഗ്ദത്തം അബ്രഹാമിൽ ഒതുങ്ങിയില്ല. നിങ്ങൾ വീട്ടിൽ ചെന്ന് സാവധാനം വായിക്കണം. 18-ാം അധ്യായവും ഉൽപ്പത്തി 22-ാം അധ്യായവും വായിക്കുമ്പോൾ ഇൻസിഡന്റ് ആയിട്ടുള്ള 2 സംഭവങ്ങൾ അവിടെയുണ്ട്. 18-ാം അധ്യായത്തിൽ മമ്രയുടെ തോപ്പിലിരിക്കുന്ന അബ്രഹാം, 22-ാം അധ്യായത്തിൽ സ്വന്തം മകനെ യാഗം കഴിക്കാൻ മോറിയയുടെ മലയിലേക്ക് വലിച്ചു കയറ്റുന്ന ഒരു സ്വർഗത്തിലെ ദൈവം 18-ാം അധ്യായത്തിൽ വീട്ടിലേക്ക് ഇറങ്ങി വന്ന് വാഗ്ദത്തം ചെയ്യുന്നു. ആമേൻ. 22-ാം അധ്യായത്തിലേക്ക് പർവ്വതത്തിലേക്ക് വിളിച്ചു കയറ്റി വാഗ്ദത്തം ചെയ്യുന്നു. അതിന്റെ അർത്ഥം ഞാൻ പറയാ, നീ വീട്ടിൽ നിന്നാലും നീ പുറത്ത് നിന്നാലും വാഗ്ദത്തം ചെയ്യാൻ ഒരു ദൈവം ഇന്ന് രാത്രി ആഗതനായിട്ടുണ്ട്. നീ അവൻ കുടിലിനകത്ത് നിന്നാലും മമ്രയുടെ തോപ്പിൽ നിന്നാലോ കൂടാരത്തിന് വെളിയിൽ പോയാലോ അവൻ നിന്നോട് വാഗ്ദത്തം ചെയ്യാൻ ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്. കൃപ ലഭിച്ച ദൈവ പൈതലേ, ഇന്ന് രാത്രി എത്ര പേർ തകർത്ത ദൈവത്തെ ആരാധിക്കും, സകലതും മറന്ന ദൈവത്തെ ആരാധിക്കും. ഇങ്ങനൊരു ദൈവം ഉലകത്തിലുണ്ടോ? ഉണ്ടോ? ആരാധിച്ചിട്ട് പറ, എന്നോട് നിയമം ചെയ്ത വാഗ്ദത്തം ചെയ്യുന്ന ഒരു ദൈവം എനിക്ക് വേണ്ടി ഇന്ന് രാത്രി ജീവിക്കുന്നു. Praise the Lord. Praise the Lord. ഉൽപ്പത്തി 3:15 വാഗ്ദത്തം ചെയ്യാൻ തോട്ടത്തിൽ ഇറങ്ങി വന്നു. അവൻ ഉൽപ്പത്തി 18-ാം അധ്യായത്തിൽ മമ്രയുടെ തോപ്പിൽ കൂടാരവാതിക്കൽ അവൻ നിയമം ചെയ്യാൻ വാഗ്ദത്തം ചെയ്യാൻ ഇറങ്ങി വന്നു. 22-ാം അധ്യായത്തിൽ മോറിയ മലയുടെ മുകളിൽ വാഗ്ദത്തം ചെയ്യാൻ ദൈവം ഇറങ്ങി വന്നു. തീർന്നില്ല. പാപത്താൽ നിറയപ്പെട്ട ഈ പച്ചഭൂമിയിൽ ഒരുത്തൻ പെട്ടകം പണിയാൻ തീരുമാനിച്ചു. ഗോഫേർ മരം കൊണ്ടൊരു പെട്ടകം പണിതു. ആ പെട്ടകത്തിന് പണി തീർന്നപ്പോൾ സകലത്തിനെയും ദൈവം അകത്തളത്തിൽ കയറ്റി. ദൈവം വാതിലടച്ച് പൂട്ടി. അവൻ വൻമഴ പൊഴിഞ്ഞു. ആഴിയുടെ ഉറവകൾ ദൈവം തുറന്നു. അവൻ എന്നിട്ട് ആകാശത്തിന്റെ കിളിവാതിൽ ദൈവം തുറന്നു. എല്ലാം കഴിഞ്ഞ് ശാന്തമായപ്പോൾ നോഹ പെട്ടകത്തിനകത്തുനിന്ന് ശുദ്ധിയുള്ളതിൽ ചിലതിനെ എടുത്ത് യാഗം കഴിക്കാൻ തുടങ്ങി. യാഗവസ്തു അവൻ യാഗത്തിന്റെ സൗരഭ്യ വാസന സ്വർഗത്തിലേക്ക് അങ്ങ് കേറി ചെന്നപ്പോൾ തമ്പുരാൻ ഇറങ്ങി വന്നിട്ട് നോഹയെ ഒരു വിളി വിളിച്ചു. നോഹേ, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. നീ ആമൻ യാഗം കഴിച്ച യാഗവസ്തുവിന്റെ സൗരഭ്യം ഞാൻ മണത്തറിഞ്ഞിരിക്കുന്നു. ഞാൻ സ്വർഗമഹിമ വിട്ട് ഇറങ്ങി വന്നിരിക്കുന്നു. നിന്നോടും നിന്റെ തലമുറയോടും വാഗ്ദത്തം നിവർത്തി ചെയ്യാം.
ഒരു സ്വതന്ത്രം പറയാൻ പറ്റുമോ? ഞാൻ നിങ്ങളോട് നല്ലൊരു അനുഗ്രഹിക്കപ്പെട്ട ദൂത് ഇന്ന് രാത്രി കൈമാറാം. ഓരോ ആരാധനയിലും നിങ്ങളോട് വാഗ്ദത്തം ചെയ്യാൻ ഇറങ്ങി വരുന്ന അഖിലാണ്ടത്തിന്റെ ദൈവം ഇന്ന് രാത്രി ഇതിന്റെ നടുവിൽ ആഗതനായിട്ടുണ്ട്. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? ഒരാരാധന പോലും പാഴാക്കുകയില്ല. ഈ ആരാധനയുടെ നടുവിൽ അതിശക്തമായി രണ്ട് കരമടിച്ച് ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമൈതലേ, നിന്റെ അടുക്കൽ ആരാധനയുടെ നടുവിൽ ഇറങ്ങി വന്ന് വാഗ്ദത്തം ചെയ്യുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിങ്ങൾ വിശ്വസിക്കുക. ഒരാരാധനയും വെറുതെയല്ല, ഒരാരാധനയും പാഴല്ല. ഒരു സെക്കൻഡാണോ ആരാധിക്കുന്നത്, ആ ആരാധനയിലും ഇറങ്ങി വന്ന് വാഗ്ദത്തം ചെയ്യുന്ന ഒരു ദൈവം നിനക്കുണ്ട്, 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 നിന്റെ കുടുംബത്തിനുണ്ട്. ഈ രാത്രി വിശ്വസിക്കുന്നവർ ചേർന്ന് ദൈവത്തെ ആരാധിക്കുക. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ വിശ്വാസവും നമ്മുടെ ഉറപ്പും അതാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വാഗ്ദത്തമൊക്കെ ദൈവം നമുക്ക് തന്ന പിന്നെ എന്തിനാ പേടിക്കുന്നത്? ഞാനൊരു വാക്യം നിങ്ങളോട് പറയാം. വാഗ്ദത്തം നമുക്ക് മാത്രമല്ല, നമ്മുടെ തലമുറക്കുമുള്ളതാണ്. ആമേൻ. അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായത്തിൽ ഒന്നെടുത്ത് വായിക്കാമോ? 3-ാം അധ്യായത്തിൽ പത്രോസിന്റെ പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിനകത്ത് ആമേൻ ഇവർ വീഞ്ഞു കുടിച്ച് മത്തരായി എന്ന് പറയുന്ന വാക്യത്തിന്റെ താഴെ പത്രോസ് പറയുന്നൊരു വാക്യമുണ്ട്. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കുമുള്ളതല്ലേ എന്ന് പറയുന്ന വാക്യം. റെഫറൻസ് ഒന്നെടുക്കാമോ? എടുത്തവരൊന്ന് വായിച്ചേ. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും, ദൂരസ്ഥരായി വിളിച്ചു വരുത്തിയ നിങ്ങളുടെ മക്കൾക്കുമുള്ളതല്ലോ എന്ന് 3-ാം അധ്യായത്തിൽ ഒരു വാക്കുണ്ട്. പത്രോസിന്റെ പ്രസംഗമാണ്. 3-ാം അധ്യായമാണോ 2-ാം അധ്യായമാണോ? പെന്തക്കോസ്ത് ദിവസം കഴിഞ്ഞിട്ട് വായിച്ചോ. അതിന്റെ 36-37 വാക്യമാണ്. ഏതാ? 37 വാക്യം അല്ലേ? 38 വാക്യം വായിച്ചോ. ഇട്ടോ മോനെ. പത്രോസ് അവരോട് നമുക്ക് വേണ്ടത് അവനോടൊക്കെ ഇങ്ങനൊരു വാക്യമുണ്ട്. 39 ആ വാക്യമാ വായിച്ചു മാഷേ. വാഗ്ദത്തം നിങ്ങൾക്കും. എല്ലാവരും പറഞ്ഞ വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾ. അത് മതി കേട്ടോ. ഈ വാക്യം ഇന്ന് ഞാനിവിടെ കയറി ഇന്നപ്പോ തൊട്ട് ഈ ശബ്ദം എൻ്റെ ഉള്ളത്തിൽ മുഴങ്ങിയ വാഗ്ദത്തം നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ മക്കൾക്കുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്നെങ്കിൽ ഒരു ആമേൻ പറ. എത്ര ദൂരത്തിരുന്ന്, എത്ര കിലോമീറ്റർ ദൂരത്തിരുന്ന് നിങ്ങളുടെ തലമുറ ഇത് കേട്ടാലും, അല്ല ആ തലമുറ കേൾക്കാൻ ഇവിടെ ഇല്ലെങ്കിൽ, മാതാപിതാക്കളാണോ ഈ രാത്രിയിൽ ആ ദൂത് കേൾക്കുന്നത്? നിങ്ങളോടുള്ള ദൈവത്തിന്റെ ദൂത് വാഗ്ദത്തം നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ മക്കൾക്ക് നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കുമുള്ളതല്ലോ. ആമേൻ, 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 ആമേൻ. പ്രൈസ് ദി ലോർഡ്. പെന്തക്കോസ്ത് ദിവസം ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തത്തെ കുറിച്ചാണ് 2-ാം അധ്യായം. തെറ്റിദ്ധരിക്കരുത്. പെന്തക്കോസ്ത് ദിവസം ഇറങ്ങി വന്ന വാഗ്ദത്തം, ആമേൻ, പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് 2-ാം അധ്യായത്തിലെ വിഷയം. എന്നാൽ 39-ാം വാക്യത്തിൽ കർത്താവ് എടുത്തു പറയുന്നു, വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കുമുള്ളതാണ്, നിങ്ങളിൽ തീരില്ലെന്ന് ഇന്ന് രാത്രി ആത്മാവ് ഇടപെടുന്നു. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. വാഗ്ദത്തം നിങ്ങളിൽ അവസാനിക്കില്ല. നിങ്ങളുടെ മക്കളിലേക്ക് ഇന്ന് രാത്രി അത് ഇമ്പാർട്ട് ചെയ്യാൻ പോകുക, അത് ഇമ്പാർട്ടേഷൻ ഉണ്ടാകാൻ പോകുക, ഒരു പകർച്ചയുണ്ടാകാൻ പോകുക. വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമടിച്ചു ദൈവത്തെ സ്തുതിച്ച്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, അതിമഹത്തായ ഈ ആമേൻ, ആമേൻ, ഈ സാന്നിധ്യം, അതിമഹത്വമായ ഈ വാഗ്ദത്തം ദൈവം എനിക്കും നിങ്ങൾക്കും തന്നിട്ടുണ്ട്. ആമേൻ. സമയത്തിന്റെ ചുരുക്കം കൊണ്ട് ഞാൻ വായിപ്പിക്കുന്നില്ല, പറഞ്ഞു വിടാം. ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 5 മുതൽ 9 വരെയുള്ള വാക്യം. ജോഷുവ 1-ാം അധ്യായം അതിന്റെ 5 മുതൽ 9 വരെയുള്ള വാക്യം. അവൻ ഇതാ മോശയ്ക്ക് ശേഷം നേതൃസ്ഥാനത്തേക്ക് ഒരു ലീഡർ വരുന്നു, ഒരു ലീഡർ വരുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ലീഡർ. ആരാണ്? ജോഷുവ. ജോഷുവയെ കുറിച്ച് 1-2 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം, ശ്രദ്ധിച്ച് കേൾക്കണം. അവൻ പുറപ്പാട് പുസ്തകം 33-ന്റെ 11 കൂടാരത്തെ വിട്ട് പിരിയാഞ്ഞവനാണ്
ജോഷുവ എന്ന് പറയുന്ന നേതാവ്. ആവർത്തനം 34:9 മോശയിൽ നിന്നും അനുഗ്രഹം ഏറ്റുവാങ്ങിയ ഒരു അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യൻ. ആമൻ. ജോഷുവ 10:12 ആമൻ 13 വാക്യം. സൂര്യനെയും ചന്ദ്രനെയും ഒറ്റ വാക്കിനാൽ നിശ്ചലമാക്കിയ അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യൻ. ജോഷുവ 10:40-42 യുദ്ധത്തിൽ വിജയം കൊണ്ടാടിയ ഒരു അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യൻ. അവൻ ജോഷുവ 13:1 യഹോവയുടെ അരുളപ്പാട് ലഭിച്ച അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യൻ. എന്നിട്ടും തീർന്നില്ല. 24-ാം അധ്യായം അതിന്റെ 29-30 വാക്യത്തിൽ താൻ ഇങ്ങനെ പറഞ്ഞു, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളോ യഹോവയെ സേവിക്കും. ഈ അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യനെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഈ ദൈവ മനുഷ്യനോട് ദൈവം ഇറങ്ങി വന്നിട്ട് പറയുന്നു, അവൻ ജോഷുവേ, ഞാൻ നിങ്ങൾക്കൊരു പ്രോമിസ് ചെയ്യാൻ പോകുക. മോശയോട് കൂടെ ഇരുന്നത് പോലെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഒരു അല്ലല്ലോ ഒന്ന് ഉറക്കി പറയാം. ഒന്ന് ഇട്ടേ മോനെ. ആ ജോഷുവ 1-ാം അധ്യായം 5-ാമത്തെ വാക്യം. നിന്റെ ജീവകാലത്തൊരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ എന്ത് ചെയ്യുകയില്ല. വാമൻ വിശ്വസിക്കുന്നെങ്കിൽ ഒരു ആമേൻ പറയൂ മക്കളെ. ഇതിലെ വാഗ്ദത്ത വചനമെല്ലാം നിന്റേതാണെന്ന് പറഞ്ഞ് കേട്ടെടുക്കണം. ഈ പറയുന്ന വാഗ്ദത്തങ്ങൾ നിന്റേത് അവകാശമായി ആമേൻ പറഞ്ഞേക്കണം. ആവശ്യമില്ലാത്തതെല്ലാം വിട്ടുകളഞ്ഞേക്കണം. അത് എനിക്കാണെന്ന് തോന്നിയാൽ ഇരിക്കുന്ന ഇടം മറന്ന് ആമേൻ പറഞ്ഞേറ്റെടുത്തേക്കണം. അവൻ ഞാൻ ഒരു കാര്യം പറയുക, അവൻ ഈ ലോകത്തിൽ വെച്ച് ദൈവജനം അവൻ ഏറ്റവും അധികം ദൈവവചനത്തോട് പ്രതികരിക്കുന്ന ഒരു കൂട്ടം ലോകത്തുള്ളതിൽ അത് കറുത്ത വർഗക്കാരാണ്. നീഗ്രോസ് എന്ന് പറയുന്ന കറുത്ത വർഗക്കാരാണ്. അവർ വചനം കേട്ടാൽ ഇരുന്നിടത്തിരിക്കത്തില്ല. അവർ തുള്ളിച്ചാടി നൃത്തം ചെയ്യും. അവൻ കസരെടുത്ത് തോളിൽ വെച്ച് അവർ നൃത്തം ചെയ്യും. എന്താണ് കാര്യമെന്നറിയാമോ? ഓരോ വചനത്തിന്റെ നടുവിലും അവർ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വചനം കേട്ടാൽ അവർ ഇരിക്കുന്നിടത്ത് ഇരിക്കത്തില്ല. ഇന്ന് രാത്രിയിൽ നിന്നോടാണ് ഈ വചനമെന്ന് മനസ്സിലായാൽ ഇരിക്കുന്നിടത്തുനിന്ന് തുള്ളിച്ചാടി പറയണം, എന്റെ ജീവകാലത്തൊരിക്കലും ഒരു മനുഷ്യനും എന്റെ നേരെ നിൽക്കയില്ല. താങ്ക് യു ജീസസ്. ആമേൻ. ആമേൻ. നല്ലൊരു ഹല്ലേലൂയ പറ. നമ്മൾ ഈ പറയുന്ന വചനമൊക്കെ നമ്മൾ വിശ്വാസത്താൽ പറയാൻ തുടങ്ങിയാലുണ്ടല്ലോ, ദൈവം പങ്കാളികൾ ചെയ്യും. പണ്ടൊക്കെ നമ്മൾ ഇവിടെ നിന്ന് പറയുമ്പോൾ അവൻ കുറെ പേര് അവിശ്വസിക്കും, കുറെ പേര് ചിരിക്കും. എന്നാൽ ഈ കാലങ്ങളിൽ ദൈവം അവൻ അന്ന് പറഞ്ഞ വചനങ്ങൾ ദൈവം നിവർത്തിയാക്കിയ ദൈവദാസന്മാരെയും അവൻ സഭയെയും കുടുംബങ്ങളെയും ഒക്കെ ദേശത്ത് ദൈവം സ്വാധീനിക്കാൻ തുടങ്ങി. ഇന്ന് ഉച്ചയ്ക്ക് ഒരു മനുഷ്യൻ എന്നെ വിളിച്ചിട്ട് പറയുക, പാസ്റ്റർ അവൻ എനിക്ക് അത്യാവശ്യമായിട്ട് പാസ്റ്റർ കാണണം. ഞാൻ ചെന്നാ പറ്റി. അവൻ ഇവിടുത്തെ സ്തോത്രം മുൻ മേയറായി നിന്ന ടോണി ചമ്മണിക്ക് പാസ്റ്ററിനെ ഒന്ന് കാണണം. ഞാൻ ചെന്നായിട്ട് എന്താ ബന്ധം? നമ്മളുമായിട്ട് എന്താ ബന്ധം? അവൻ ഒന്ന് കാണണം. എന്തിനാ? അവൻ ഇഷ്ടത്തെ പ്രാർത്ഥിക്കണം. വെറുതെ ഒന്ന് കാണാൻ. പണ്ട് നമ്മൾ കാണാൻ നടന്നവർ. പണ്ട് നമ്മൾ കാണാൻ നടന്നവർ ഇപ്പൊ നമ്മെ കാണാൻ നടക്കുക. നമ്മുടെ ഒരു അപ്പോയിന്റ്മെന്റിന് എടുക്കുക. ഒരു സമയം തരാമോ? എന്തിനാ അവൻ ഇതൊന്നും വിലയില്ലായിരുന്നല്ലോ, ഇതൊന്നും വേണ്ടാതിരുന്നല്ലോ. ഒരു കാര്യം നീ പറ, ഇന്ന് രാത്രി വിളിച്ചു പറ, നിന്റെ ജീവകാലത്തൊരിക്കലോ ഒരു മനുഷ്യനോ അതിനകത്ത് VIP ഉണ്ടാകാം, അതിനകത്ത് ആമേ VVIP ഉണ്ടാകാം. ഈ ദൂത് ഏറ്റെടു. ആരിന്ന് രാത്രി ഏറ്റെടുക്കുക. ആ ദൂതിനോട് പ്രതികരിക്കാൻ ഈ രാത്രി തയ്യാറാണെങ്കിൽ നിന്റെ ശിരസിന്റെ ഒരു അധികാരം ദൈവം പകരോ. ജീസസ്. ദൈവത്തിന്റെ വാഗ്ദത്തം കിട്ടിയ ദൈവ പൈതലേ, ദേശം നിന്നെ സ്വാധീനിക്കും. ദേശവാസികൾ നിന്നെ സ്വാധീനിക്കും. അവൻ നീ ചെറുതല്ല, നീ ചെറുതല്ല, നീ ചെറുതല്ല, നീ ചെറുതല്ല. വാഗ്ദത്തം ലഭിച്ച ദൈവ പൈതൽ ഇന്ന് രാത്രി ആരാധിച്ചോണ്ട് പറ, എന്റെ ജീവകാലത്തൊരിക്കലും ഒരു മനുഷ്യനും എന്റെ നേരെ നിൽക്കയില്ല. ഇത് യഹോവയുടെ വാഗ്ദത്തമാണ്. ആമേൻ. ആമേൻ.
അസാധാരണമായി ചലിക്കുന്ന ഒരു ദൈവമഹത്വം ഈ ആലയത്തിനകത്ത് ഇന്ന് രാത്രി വ്യാപരിക്കുന്നുണ്ട്. ഇതൊരു വാഗ്ദത്തമാണ് കേട്ടോ. ഇത് അതിമഹത്വമായ വാഗ്ദത്തം. നിന്റെ ജീവകാലത്തൊരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ എന്ത് ചെയ്യത്തില്ല. നിന്റെ എഡ്യൂക്കേഷൻ, നിന്റെ മസിൽ പവർ, നിന്റെ മണി പവർ, നിന്റെ ഗ്ലാമർ, ഇതൊന്നും കൊണ്ടല്ല നിന്റെ നേരെ ഒരുവൻ നിൽക്കാത്തത്. ഞാൻ നിന്റെ കൂടെ ഉള്ളത് കൊണ്ട്, മോശയുടെ കൂടെ ഇരുന്ന പോലെ ഞാൻ നിന്റെ കൂടെ ഇരിക്കാം. ഞാൻ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ അവൻ നിന്റെ ഗ്ലാമർ അല്ല, നിന്റെ മസൽ പവർ അല്ല, നിന്റെ മണി പവർ അല്ല, നിന്റെ ഒന്നുമല്ല. പകരം അവൻ നീ ശൂന്യമായിരിക്കാം, നീ ഒന്നുമില്ലാത്തവനായിരിക്കാം, നീ കഴിവില്ലാത്തവനായിരിക്കാം, നീ മിടുക്കനല്ലായിരിക്കാം. പക്ഷെ ഞാൻ നിന്റെ കൂടെ ഇരുന്നാൽ, എന്റെ സാന്നിധ്യം നിന്റെ കൂടെ വന്നാൽ, എന്റെ കൃപ നിന്റെ കൂടെ വന്നാൽ, ജീസസ് നെയിം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച ദൈവമക്കളെ, ആമേൻ. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും എന്ത് ചെയ്യത്തില്ല. നിന്റെ പൊക്കം കൊണ്ടാണോ, നിന്റെ വണ്ണം കൊണ്ടാണോ, നിന്റെ ഗ്ലാമർ കൊണ്ടാണോ? ഇതൊന്നുമല്ല നിൽക്കാത്തത്. അടുത്ത വാക്യം, ആ ലീഡറോട് കൂടെ ഇരുന്ന പോലെ നിന്നോട് കൂടെ ഞാനിരിക്കും. ഒരാമേൻ പറ. ആമേൻ. ലോകം കണ്ടതിൽ വെച്ച് ശക്തനായ ലീഡറായിരുന്നു മോസസ്. ശക്തനായ 35 ലക്ഷം ജനത്തെ മരുഭൂമിയിലൂടെ നടത്തിയ അഭിഷിക്തൻ. സ്വത്രം. ഒരു ഹല്ലേലൂയ പറയാം. ആകെ കൂടി മിസ്രയീമിൽ നിന്നെടുത്ത ഗോതമ്പ് പാക്കറ്റുകൾ ചെങ്കടൽ വരെ എത്താനേ ഉണ്ടായിരുന്നുള്ളൂ. ആകെ കൂടി കുഴച്ചെടുത്ത ആമൻ നേരിയ മാവും അവിടുന്ന് ചുടാനെടുത്ത അപ്പത്തിന്റെ പൊടിയും ആമൻ എവിടം വരെ, എഫ്രാത്ത് വരെ ഉണ്ടായിരുന്നുള്ളൂ. ആ പൊടി അവിടം കൊണ്ട് തീർന്നപ്പോഴും പിന്തുടർന്നുള്ള ആമൻ യോർദാനി കാല് ചവിട്ടി യുദ്ധം അല്ലെങ്കിൽ ആദ്യത്തെ വിളവെടുക്കുന്നത് വരെ അവരെ തീറ്റിപ്പോറ്റിയ വാഗ്ദത്തം ചെയ്തൊരു ദൈവം. ഞാൻ ഇന്നിത് വായിച്ചപ്പോ എൻ്റെ അകത്ത് വന്ന ദൂതൻ എന്നാണെന്നറിയോ? മോശയോട് കൂടെ ഇരുന്ന പോലെ ആരോട് കൂടെ ഇരിക്കും? അതിൻ്റെ അർത്ഥം മരുഭൂമിയിലെ 35 ലക്ഷം ജനത്തെ തീറ്റിപ്പോറ്റാൻ അവന്റെ കൂടെ ഇരുന്ന പോലെ ഞാൻ നിന്റെ കൂടെ ഇരിക്കുന്നു. അതിനർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? 35 ലക്ഷം ജനത്തിന് ഒരു കുറവും വരാതെ പോറ്റി പുലർത്താൻ ഞാൻ ഉണ്ടായെങ്കിൽ ഞാൻ നിന്നോട് പറയുന്നു, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കയില്ല, ഞാൻ നിന്നെ കൈവിടുകയില്ല. ഓ ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ദൈവമേ, ജോഷുവയോടുള്ള വാഗ്ദത്തം ഒന്ന് കേട്ടെ. ഇനി എന്തിനാ കൂടുതൽ ഈ ഒറ്റ വാക്യം വായിച്ചാൽ മതി. ഞാൻ അവനോട് കൂടെ ഇരുന്ന പോലെ നിന്നോട് കൂടെ. എന്നിട്ട് അടുത്ത വാക്യം, ഞാൻ നിന്നെ എന്ത് ചെയ്യത്തില്ല, കൈവിടുകയില്ല. എല്ലാരും ഒന്ന് പറഞ്ഞേ. ദൈവദാസനെ, ദൈവദാസിമാരെ, കുഞ്ഞുങ്ങളെ, ആത്മാവ് ഇന്ന് രാത്രി പറയുന്നു, അവൻ നിന്നെ കൈവിടുകയില്ല, അവൻ നിന്നെ കൈവിടുകയില്ല. ഏത് സാഹചര്യത്തിലോ, ഏത് പ്രതിസന്ധിക്കകത്തോ, ഏത് പ്രതികൂലങ്ങളിലോ, യോർദാൻ വരട്ടെ, ചെങ്കടൽ വരട്ടെ, യോർദാൻ വരട്ടെ, ചെങ്കടൽ വരട്ടെ, എരീഹോ വരട്ടെ, ഈ ദൈവം നിന്നെ കൈവിടുകയില്ല. ഇതാണ് വാഗ്ദത്തം, ഇതാണ് വാഗ്ദത്തം, ഇതാണ് വാഗ്ദത്തം. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. അടുത്ത വാക്യം ഇട്ട മെൽവിനെ, അവൻ 6ാമത്തെ വാക്യം ഇട്ട മോനെ, ഞാൻ നിനക്കൊരു വാഗ്ദത്തം തന്നില്ലേ? എല്ലാവരും പറഞ്ഞേ, ഞാൻ നിനക്ക്, ഉറക്കെ പറഞ്ഞേ, ഞാൻ നിനക്കൊരു വാഗ്ദത്തം തന്നില്ലേ? അതുകൊണ്ട് എനിക്ക് നിന്റെ മുഖത്ത് നോക്കി ചോദിക്കാൻ ഒരു കാര്യമുണ്ട്. ഉറപ്പും ധൈര്യമുള്ളവനായി, ഒരു ഹല്ലേലൂയ പറ. ഉറപ്പും ധൈര്യമുള്ളവനായി ഇരിക്കാം. ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു വെക്കാൻ നിനക്ക് തരും, അവർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു വെക്കാൻ നിനക്ക് ചെയ്യും, അവർക്ക് എന്തെല്ലാം ചെയ്യാൻ കൊടുക്കാമെന്ന് പറഞ്ഞു അതെല്ലാം ഞാൻ നിനക്ക് തരും. ഒരു കാര്യം, നീ ഉറപ്പുള്ളവനായിരിക്കും. നീ എന്ത് ചെയ്യുക? കർത്താവിന്റെ കൂടെ ഇറങ്ങി തിരിച്ച ദൈവമക്കളോട് ദൈവം ഒറ്റ കാര്യം ആവശ്യപ്പെടുന്നു, കലങ്ങരുത്. ഒരു ഹല്ലേലൂയ പറ.
ഉടുത്തിരിക്കുന്ന ഷർട്ട് രണ്ടായി ചിന്തി മാറുമായിരിക്കും. കാല് ചവിട്ട് നിൽക്കുന്ന ഭൂമി രണ്ടായി പിളർന്നു മാറുമായിരിക്കും. തലക്ക് മീതെയുള്ള ആകാശം ചുരുണ്ടു പോകുമായിരിക്കും. പക്ഷെ കൈവിടാത്തൊരു ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് നിന്നെ നോക്കിക്കൊണ്ട് പറയുന്നു, നീ ഉറപ്പുള്ളവനായിരിക്കുക, നീ ധൈര്യമുള്ളവനായിരിക്കുക. അവ പ്രതിസന്ധികളെ കണ്ട് തകരരുത്. Amen. Amen. Hallelujah. Praise the Lord. ഞാനൊരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഈ ലോകം ഒരു ഭക്തന് അനുകൂലം അല്ല. ഞാനതിന് ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. യേശു തമ്പുരാൻ തൊട്ട് മുമ്പിൽ നിൽക്കുന്നു. പത്രോസ് പടകിൽ നിൽക്കുന്നു. പത്രോസിന്റെ ആവശ്യം എന്നാണെന്നറിയാമോ? കർത്താവേ, എനിക്ക് അങ്ങയുടെ അടുക്കൽ വരണം. ഞാനായിരുന്നു കടലിന്റെ മീതെ നിന്നതിരുന്നെങ്കിൽ ചോദിക്കുമായിരുന്നു, അതിൻ്റെ ആവശ്യമുണ്ടോ? ഞാൻ നടന്നു വരുന്നത് നിങ്ങളെ രക്ഷിക്കാനാ. നീ പടകിനകത്തുനിന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതിന്റെ ഉദ്ദേശം എന്താ? നിങ്ങളൊന്ന് ചുമ്മാ ചിന്തിക്കുന്നേ. ഞാൻ നിന്റെ അടുക്കലേക്ക് നടന്നു വരുന്നത് ഈ കാറ്റും കോളിലും നിങ്ങളെ രക്ഷിക്കാനാണ്. നീ ഈ പടകിൽ നിന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത് എന്തിനാ? എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടോ? എന്തെങ്കിലും ഒരു കാര്യം പറയാനുണ്ടോ? എന്തിനാ നീ ഇറങ്ങുന്നേ എന്ന് കർത്താവ് ചോദിച്ചോ? ഇല്ല. ഞായറാഴ്ച പറഞ്ഞ ദൂത് ഒന്നുകൂടി പറയാം. പ്രതിസന്ധിയെ നോക്കാതെ അതിജീവിക്കാൻ മനസ്സുള്ളോടെ ഇറങ്ങുന്നവനെ താഴാതെ കൈപിടിക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ ചോദിക്കില്ല. സ്തോത്രം. പ്രൈസ് ഗോഡ്. യേശു പറഞ്ഞു. യേശു എന്നാ പറഞ്ഞേ? മത്തായി സുവിശേഷം അല്ലേ? മത്തായി സുവിശേഷത്തിലല്ലേ യേശു എന്താ പറഞ്ഞേ? ഇറങ്ങി വരിക. പത്രോസ് എന്ത് ചെയ്തു? പറ. പത്രോസ് ഇറങ്ങിയിട്ട് നടക്കാൻ തുടങ്ങി. നടന്ന് മുന്നോട്ട് വരുമ്പോൾ അവിടെ ഒരു വാക്യം ഇങ്ങനെയുണ്ട്: കാറ്റ്, കടല് അവന് പ്രതികൂലമായി. കടൽ അവനെ മുക്കുന്ന രീതിയിൽ ഇരുവശത്തും അവൻ മതിൽ പോലെ ഇവന് മുക്കാൻ എഴുന്നേറ്റു. എൻ്റെ ഒരു ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. മുന്നോട്ട് ഇറങ്ങി വരാൻ പറഞ്ഞാരാ? യേശുവിന് അറിയില്ലായിരുന്നേ പത്രോസ് ഇറങ്ങുമ്പോൾ കടല് തലപൊക്കി വരുമെന്ന് അറിയില്ലേ? എന്നാൽ ഇറങ്ങുന്നതിന് മുമ്പേ അങ്ങനെ പൊങ്ങാതിരിക്കാൻ ദൈവത്തിന് കൽപ്പിച്ചുകൂടെ? ഇല്ല. അവൻ എന്തിനാണെന്നറിയോ? ഇവൻ ഇറങ്ങാൻ പറഞ്ഞതും ദൈവം തന്നെയാണ്. ഇവൻ ഇറങ്ങുമ്പോൾ കടല് തല പൊക്കുന്നത് കണ്ടിട്ടും മിണ്ടാതിരുന്നതും ദൈവം തന്നെയാണ്. എൻ്റെ ചോദ്യം, എന്താണ് അപ്പച്ചാ മിണ്ടാതിരുന്നത്? ഞാൻ പറയാം. ഇവനും ഈ പടകിൽ നിൽക്കുന്ന ശേഷം 11 പേരും അറിയണം, വിളിച്ചിറക്കിയ ദൈവം ആഴക്കടൽ വന്നാലും കൈവിടാതെ കൂടെ നിൽക്കുന്നവനെന്ന് ലോകം മുഴുവൻ തിരിച്ചറിയണം. ഈ ലോക സാമ്രാജ്യം മുഴുവൻ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. മുന്നോട്ട് ഇറക്കാൻ കൽപ്പിച്ച അവൻ ഈ വിശ്വാസത്തിലേക്ക് കൈപിടിച്ചിറക്കിയ ഈ ദൈവം, അവ കടലല്ല, അവ സമുദ്രം എനിക്കെതിരായാലും എന്നെ നിർത്താൻ കഴിവുള്ള ഒരു ദൈവമാണ്. അവൻ ചഞ്ചലപ്പെട്ടു. കർത്താവ് ഒരു ചോദ്യം ചോദിച്ചു. നിങ്ങൾക്ക് പറയാമോ? കർത്താവ് ചോദിച്ചൊരു ചോദ്യം ഒന്ന് പറയാമോ? കർത്താവ് പത്രോസോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഒന്ന് പറ, അറിയാവുന്ന ആരെങ്കിലും പറ. പത്രോസേ, നീ എന്തിനാണ് അല്പവിശ്വാസിയാകുന്നത്? നിന്റെ ഈ അല്പവിശ്വാസം എന്തിനാ? വിളിച്ചിറക്കിയത് ഞാനല്ലേ, ഇറങ്ങാൻ പറഞ്ഞത് ഞാനല്ലേ. നീ ഒരു കാര്യം മറന്നുപോയല്ലേ? എടാ, നിന്നെ വിളിച്ചിറക്കിയവനാ ഈ സമുദ്രത്തെ ഉണ്ടാക്കിയവൻ. അതുകൊണ്ട് ഇറങ്ങാൻ കൽപ്പിച്ചവൻ, ഇതിനെ ഉണ്ടാക്കിയവനായതുകൊണ്ട് നിന്നെ താങ്ങാൻ ഈ ദൈവം ശക്തനാണ്. അതുകൊണ്ട് ആത്മാവ് പറയുന്നു, ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കും.
നിന്റെ ജീവകാലത്തൊരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നീയത്തില്ല. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. അവൻ വാക്കു മാറുകില്ല. നിന്നെ തകർപ്പാൻ ശത്രുവിൻ കരം എന്റെ മേൽ ഉയർന്നെന്നാലും, ഉറ്റവർ പോലും ശത്രുക്കൾ പോരെ എന്റെ നേരെ തിരിഞ്ഞെന്നാലും, ഇല്ല, ഇല്ല, ഞാൻ തളരുകയില്ല. ഇല്ല, ഇല്ല, ഞാൻ പതറുകയില്ല. എന്റെ യേശു ജീവിക്കുന്നു. എന്റെ യേശു ഒരു സെക്കൻഡ് ഒന്ന് എഴുന്നേറ്റ് തന്നെ ആ രണ്ട് കരം പിടിച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് ചേർന്ന് പാടി കർത്താവിന്റെ ശക്തിയോട് ഒന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി ഈ സന്തോഷത്തോടെ ഇന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ സന്തോഷത്തോടെ ആമൻ നിരാശകൾ മാറി, ഭയങ്ങൾ മാറി, എല്ലാവരും ആത്മനിറവോടെ ഒന്ന് ചേർന്ന് 4 വരികൾ ഒന്ന് ചേർന്ന് പാടി ദൈവത്തെ ഒന്ന് കരമടിച്ച് വിശ്വാസത്തോടെ ആരാധിച്ച് ഹല്ലേലൂയ. Lord Jesus. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. അവൻ വാക്കുമാറുകില്ല. യേശു വാക്കുമാറുകില്ല. എന്നെ തകർപ്പാൻ ശത്രുവിൻ കരം എന്റെ മേൽ ഉയർന്നെന്നാലും, ഉറ്റവൻ പോലും ശത്രുക്കൾ പോലെ എന്റെ നേരെ തിരിഞ്ഞാൽ, എന്നെ തകർപ്പാൻ ശത്രുവിൻ കരം എന്റെ ഉയർന്നെന്നാലും, ഉറ്റവൻ പോലും ശത്രുക്കൾ പോലെ എന്റെ നേരെ തിരിഞ്ഞാലും, ഇല്ല, ഇല്ല, ഞാൻ തളരുകയില്ല. ഇല്ല, ഇല്ല, ഞാൻ പതറുകയില്ല. എന്റെ യേശു ജീവിക്കുന്നു. ഇല്ല, ഇല്ല, ഞാൻ തളരുകയില്ല. ഇല്ല, ഇല്ല, ഞാൻ പതറുകയില്ല. എന്റെ യേശു ജീവിക്കുന്നു. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. അവൻ വാക്കുമാറുകില്ല. യേശു വാക്കുമാറുകില്ല. പ്രതികൂലക്കാർ കാടിച്ചിടിലോ എന്റെ ഉള്ളം കാലത്തിലും, ഒരിക്കലും ഉയരിൽ എന്നു വിധിച്ചോ ഈ വരും വാണിയിലും. പ്രതികൂലക്കാർ കാടിച്ചിടിലോ എന്റെ ഉള്ളം കാലം കീഴിലും, ഒരിക്കലും ഉയരിൽ എന്നു വിധിച്ചോ ഈ വരും വാണിയിലും. ഇല്ല, 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 ഞാൻ കുലുങ്ങുകയില്ല. ഇല്ല, ഇല്ല, ഞാൻ വീഴുകയില്ല. ഇല്ല, ഇല്ല, ഞാൻ കുലുങ്ങുകയില്ല. ഇല്ല, ഇല്ല, ഞാൻ വീഴുകയില്ല. എന്റെ യേശു കൂടെയുണ്ട്. എന്റെ യേശു കൂടെയുണ്ട്. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ?
മാറുമോ? ഇല്ല ഇല്ല ഒരിക്കലുമില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല. അവൻ മാറുമാറില്ല, അവൻ മാറുമാർ. എന്നെ തകർപ്പാൻ, എന്നെ തകർപ്പാൻ ശത്രുവിൻ കരം എന്റെ മേൽ ഉയർത്തുന്നാൽ, ഉറ്റവൻ പോലും ശത്രുക്കൾ പോലെ എന്റെ നേരെ തിരിഞ്ഞ് എന്നെ തകർപ്പാൻ, എന്നെ തകർപ്പാൻ ശത്രുവിൻ കരം എന്റെ മേൽ ഉയർന്നാലും, ഉറ്റവൻ പോലും ശത്രുക്കൾ പോലെ എന്റെ നേരെ തിരിഞ്ഞ് ഇല്ല 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 ഞാൻ പതറുകയില്ല, ഇല്ല ഇല്ല ഞാൻ തുടരുകയില്ല, ഇല്ല ഇല്ല ഞാൻ തളരുകയില്ല, ഇല്ല. എന്റെ യേശു യേശു ജീവിക്കുന്നു, ജീവിക്കുന്നു. വാഗ്ദത്തം ചെയ്തവൻ മാറുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ മാറുമാറുമോ? ഇല്ല ഇല്ല ഒരിക്കലുമില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല. അവൻ മാറുമാറില്ല, യേശു മാറുമാർ. ഇല്ല 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 ഒരിക്കലുമില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല. അവൻ മാറുമാറില്ല, യേശു മാറുമാർ. ഇല്ല 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 ഒരിക്കലുമില്ല, ഓ ഇല്ല ഇല്ല ഒരിക്കലുമില്ല. യേശു മാറുമാറില്ല, യേശു മാറുമാറില്ല. വാഗ്ദത്തം വാഗ്ദത്തം ചെയ്തവൻ മാറുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ മാറുമാറുമോ? ഇല്ല ഇല്ല ഒരിക്കലുമില്ല, ഇല്ല. ഇല്ല ഇല്ല ഒരിക്കലുമില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല. അവൻ മാറുമാറില്ല, യേശു മാറുമാറില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല. യേശു മാറുമാറില്ല, യേശു മാറുമാറില്ല, യേശു മാറുമാറില്ല. ഓ യേശു വാക്ക് മാറുകില്ല. അതെ കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയുടെ സകല വാഗ്ദത്തങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. മഹത്വമെല്ലാം അങ്ങേക്ക്, ക്രിസ്തു യേശുവിൻ നാമത്തിൽ പിതാവേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനാമേശുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും സംസർഗവും നമ്മോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തോടും സഭയോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ആമേൻ. യേശുവേ വരണം.